പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവനിൽ ഫ്രീ ആയി പച്ചക്കറി തൈ വിതരണം ചെയ്ത ചടങ്ങിൽ കൃഷി ഓഫീസർ നീതു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി കർഷകർ ചടങ്ങിൽ പങ്കെടുത്തു. കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റ്, എൻ്റെ പ്രിയപ്പെട്ട കർഷകരെ, എനിക്ക് ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷമുണ്ട്. മുമ്പൊന്നും ഇങ്ങനെ തൈകൾ കൊടുക്കുന്നു പറയുമ്പോൾ അതുപോലെ വീട്ടിൽ ആരും വാങ്ങിക്കാറില്ല. അപ്പം നമുക്ക് നല്ല മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ, അല്ലേ? എല്ലാവരും കൃഷി ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ തൈ കൊണ്ടുപോകുന്നത്. 100% ഉറപ്പാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പള്ളിപ്പുറം പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ്. കൃഷി ചെയ്ത് നമ്മുടെ ജീവിത ലോകത്തിൽ നിന്നും മുക്തി നേടുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ലോകത്തിൽ നിന്ന് മുക്തി നേടുക എന്ന് പറയുമ്പോൾ അന്യ സംസ്ഥാനത്ത് വരുന്ന വിഷാംശമുള്ള പച്ചക്കറി ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി നമ്മൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് കൃഷിയോട് സൂചിപ്പിച്ചതുപോലെ നല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനായിട്ട് നിങ്ങൾ ഈ തൈ ഉപയോഗിക്കണം. ഇവിടെ കിട്ടിയിട്ടുള്ള എല്ലാ തൈകളും വളങ്ങളും നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് നട്ട് നമ്മുടെ പറഞ്ഞതുപോലെ നല്ലൊരു നമുക്ക് ഏതിനും എപ്പോഴും വിളിച്ചാൾക്ക് വിളിപ്പുറത്തുള്ള നമ്മളെ കൃഷി ഓഫീസറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൃഷി അസിസ്റ്റന്റുമാരുണ്ട്. അവരെല്ലാ ഉപദേശങ്ങളും നിങ്ങൾ തേടണം. ഇത് നമ്മൾ ഓരോ ഘട്ടത്തിൽ ഇപ്പം നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് പരിപാലിക്കുന്നതിന് ഓരോ ഘട്ടത്തിലുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല വിളവ് ഉണ്ടാക്കാൻ സാധിക്കും. അത് നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇത് ഞാനിവിടെ വന്നപ്പോൾ ഈ തിരക്ക് കണ്ടപ്പോൾ മുമ്പൊന്നും ഞാൻ ഇത്രയും തിരക്ക് കൈ വരുമ്പോൾ കണ്ടിട്ടില്ല. എനിക്ക് സന്തോഷം എന്ന് പറയാനുള്ള പ്രധാന കാരണം നിങ്ങൾ വന്ന് നിൽക്കുന്നത് മാത്രമല്ല, നിങ്ങളിതെല്ലാം ചെയ്യാൻ തയ്യാറായി. നമുക്ക് പുറത്തുനിന്നുള്ള പച്ചക്കറി നിർത്തി നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായത് തന്നെയാണ് എൻ്റെ സന്തോഷം. ഇവിടെ വന്ന് എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കൃഷി ഓഫീസർക്കും കൃഷി അസിസ്റ്റന്റുമാർക്കും എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും പഞ്ചായത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അഭിനന്ദനം നൽകിക്കൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. മുൻ വർഷങ്ങൾ അപേക്ഷിച്ച് നമ്മുടെ പഞ്ചായത്തിൽ കൃഷി ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വന്ന എല്ലാവർക്കും കുട്ടികളെ കൃഷിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളൊരു സംരംഭം സ്കൂളിൽ തുടങ്ങുന്നതിനായി കൃഷിഭവനിൽ നിന്ന് ചെടികൾ കൈപ്പറ്റാനായിട്ട് എത്തിച്ചേർന്നതാണ്. അപ്പോൾ ഈ സംരംഭത്തിന് എല്ലാ വിജയാശംസകളും. കൃഷിഭവനിൽ ജൈവ കർഷകന് ഒന്നാം സ്ഥാനം കിട്ടിയ ആളാണ്. ഇവിടെ നമ്മുടെ കൃഷിയുടെ ഉന്നമനത്തിനായി കൃഷിഭവൻ്റെ വളരെയധികം സഹകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഒരു എക്കോ ഷോപ്പ് പിടിക്കുന്നുണ്ട്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളൊക്കെ അവർ കളക്ട് ചെയ്യുകയും ന്യായമായ വില തരികയും ചെയ്യുന്നതാണ്. എല്ലാ തരത്തിലും ഒരു ആശാവഹമായ പ്രവർത്തനമാണ്. നമ്മുടെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കീഴിലുള്ള ജനകീയാസൂത്രണം പദ്ധതിയും അതുപോലെ തന്നെ പച്ചക്കറി വികസന പദ്ധതിയായിട്ട് നമ്മൾ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വന്നിരുന്നു. നമ്മുടെ എക്കോ ഷോപ്പിൽ തന്നെയാണ് ഈ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ നമ്മൾ മുളപ്പിക്കുകയും അത് ഹരിത കാർഷിക കർമ്മസേനയാണ് മുളപ്പിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങളും അതിൻ്റെ നനയ്ക്കലും പരിപാലനവും എല്ലാം അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ തൈകൾ നമ്മൾ ഇവിടെ വിതരണം ചെയ്യുകയാണ്. ഈ തൈകൾ നമ്മൾ വിതരണം ചെയ്യുമ്പോൾ ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ അതുപോലെ തന്നെ സുരക്ഷിത കൃഷി അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സുരക്ഷിത ഭക്ഷണം കർഷകർക്കും ഇവിടുത്തെയുള്ള നാട്ടുകാർക്കും ഉറപ്പാക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നമ്മുടെ കൃഷി വകുപ്പ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പദ്ധതിയിലൂടെ മിക്ക കർഷകരെ വീടുകളിലേക്ക് ഒരു 10 ഇനം പച്ചക്കറി തൈകൾ വീടുകളിലേക്ക് എത്തും. അപ്പോൾ കർഷകരുടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ തൈകളെല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്യുക, നല്ല വിളവുണ്ടാക്കുക എന്നുള്ളത് തന്നെ. അപ്പോൾ അതിനുള്ള ഉപദേശങ്ങളും അതുപോലെ തന്നെ അതിന് വേണ്ട വളങ്ങളും സർക്കാരിൻ്റെ ഒരു സബ്സിഡൈസ് റേറ്റിലായിരിക്കും. ഈ തൈകളെല്ലാം പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ് നമ്മൾ നൽകുന്നത്. അതുപോലെ മരുന്നുകൾ നമ്മുടെ ക്ലിനിക്കിലുണ്ട്. അത് സൗജന്യമായിട്ട് തന്നെ കർഷകർക്ക് അവരുടെ വീട്ടിലെ അല്ലെങ്കിൽ കൃഷിയിടത്തിലെ രോഗങ്ങളോ കീടങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ച് അവർ ഫീൽഡിൽ വന്ന് കണ്ട് അല്ലെങ്കിൽ രോഗനിർണയം നടത്തി അതിന് പ്രകാരം നമ്മൾ ഈ പറയുന്ന മരുന്നുകളെല്ലാം നൽകുന്നുണ്ട്. അപ്പോൾ
ഇതുവഴി ഈ ഒരു പദ്ധതി വഴി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കർഷകർക്കും നല്ല രീതിയിലുള്ള പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ സുരക്ഷിത ഭക്ഷണം, ഈ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ അവരുടെ വീടുകളിൽ ഉപയോഗിക്കാൻ അധികമായത് നമ്മുടെ പച്ചക്കറികൾ, ജൈവ പച്ചക്കറികൾ എടുക്കാനായിട്ട് എക്കോ ഷോപ്പ് എന്നും തയ്യാറാണ്. എക്കോ ഷോപ്പിൽ കർഷകർക്ക് കൊണ്ട് ഈ അവരുണ്ടാക്കിയ പച്ചക്കറികൾ കൂടുതലായിട്ടുള്ളത് കൊണ്ട് കൊടുക്കുകയും അതിന് അവർക്ക് ന്യായമായ വില ലഭ്യമാക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി ഇനിയും നമ്മൾ തുടരുന്നുണ്ട്. ജനകീയാസൂത്രണം ആയിക്കോട്ടെ, ഇപ്പം അടുത്ത മാസം നമ്മൾ ഈ മാസം ഒക്ടോബർ അവസാനം ആകുമ്പോഴത്തേക്കും നമ്മൾ ശീതകാല പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പദ്ധതികൾ തന്നെയായിട്ട് പച്ചക്കറി തൈകൾ, പച്ചക്കറി വികസന പദ്ധതി എന്നുള്ള പദ്ധതി കൂടുതലായിട്ട് ഊന്നൽ നൽകി നമ്മളിവിടെ നടപ്പിലാക്കി വരുന്നു.